ഇപ്പോൾ ഞാൻ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സ്വന്തം ചെമ്മീനല്ലേ, അപ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ആകരുത്, ഷാലോ ഫ്രൈ അത്രേ ആകാവൂ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ഇത്രേ ആകാവൂ. ഇനി നമുക്കിതൊന്ന് കോരാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒന്ന് മുരിഞ്ഞു വരട്ടെ. പെരുംജീരകം ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 4 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ഒരു ചെറിയ ബ്രൗൺ കളറായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ മുളകിൻ്റെ ആ പൊടിയൊക്കെ ഇട്ടതിൻ്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി കിട്ടുന്നത് വഴി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാനൊരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വെന്ത് ഈ ഉള്ളിയായിട്ടൊക്കെ ഒന്ന് ചേർന്ന് റെഡിയായി വരണം. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ആ മുളക് പൊടി ഇടുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മുളക് പൊടി വലിയ എരിവ് വേണ്ടാത്തവർ കുറച്ചിടുക കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ. പക്ഷേ ഇതിനൊക്കെ ഇത്തിരി എരിവുള്ളതാണ് നല്ലത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്നുകൂടി 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കും.
നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊള്ളിക്കാനുള്ള നടപടികളിലേക്ക് പോകാം. അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്, ഗ്രേവിയും റെഡിയാണ്. ഇത് പൊള്ളിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഈ വാഴയിലേക്ക് ആദ്യം നമുക്ക് നമ്മുടെ മസാല അങ്ങോട്ട് നിരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങോട്ട് നിരത്തി കൊടുക്കാം. ഇനി അടുത്ത ലെയർ നമ്മുടെ മസാല ഇതിന് മുകളിലേക്ക് വീണ്ടും വെച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യണം? അങ്ങോട്ട് പൊതിയണം. പൊതിഞ്ഞിട്ട് ഞാനിവിടെ ഒരു വാഴവള്ളി തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്കിതിനെ അങ്ങോട്ട് കെട്ടാം. അങ്ങനെ ഒരു പൊതി നമ്മൾ റെഡിയാക്കി. ഇനി നമ്മൾ കൊഞ്ച് പൊള്ളിക്കുന്നതിനുള്ള, ചെമ്മീൻ പൊള്ളിക്കുന്നതിനുള്ള 4ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഈ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കുക. അതിനുശേഷം നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്മീൻ അവിടേക്ക് വെച്ചു കൊടുക്കാം. ഇതൊരു വശം നന്നായിട്ട് പൊള്ളി വരുമ്പോൾ തിരിച്ചിടണം. അങ്ങനെ ഞാൻ 2ാമത്തെ വശവും ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കരിമീനും ഒക്കെയാണല്ലോ പൊള്ളിച്ച് കഴിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാനല്ല എൻ്റെ അമ്മ ഇവിടെ ചെമ്മീൻ പൊള്ളിച്ചുണ്ടാക്കി. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ, ഇതാ നമുക്കിത് നല്ല ചൂടുണ്ട് കേട്ടോ. ആഹാ ആഹാ, നല്ല എണ്ണയും ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്കിങ്ങനെ വരുന്നത് കാണാം. നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞ ചെമ്മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ്, നമുക്ക് തുടക്കം തന്നെ ചെമ്മീൻ കിട്ടി. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ചൂടാണ് സാധനം. സാധനം ഉഷാറായിട്ടുണ്ട് കേട്ടോ. ആ എരിവൊക്കെ നല്ല രീതിയിൽ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. നല്ല ചൂടാണ്. ജസ്റ്റ് ഇതിൻ്റെ ഗ്രേവി നമുക്ക് ചോറിലൊന്ന് നല്ല രീതിയിൽ കുഴച്ച് കഴിച്ച് നോക്കാം. വേറെ കറിയൊന്നും നമുക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, വേണ്ട. നമുക്കൊരു ചെമ്മീൻ മാത്രം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല അസലായിട്ട് കഴിക്കാം കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. സാധനം ഉഷാറാണ്.